ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പേപ്പർ കൊണ്ട് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സ്റ്റാമ്പ് സെറ്റ് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അത് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഒരേ അളവിലും ഡിഫറെൻറ്റ് കളറിലുമുള്ള 2 പീസസ് ഓഫ് പേപ്പറാണ് വേണ്ടത്. നമ്മൾ എടുത്തിരിക്കുന്ന പേപ്പറിൽ ഒരു കളർ വൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന പേപ്പർ പെന്നോ പെൻസിലോ ഉപയോഗിച്ച് ഇതേ രീതിയിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ എൻഡ് പോർഷൻ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലൂടെയായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന അടുത്ത പേപ്പർ ഇതേ രീതിയിൽ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വൈറ്റ് പോർഷൻ കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന മാതിരി വേണം റോൾ ചെയ്തെടുക്കാനായിട്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ എൻഡ് പോർഷൻ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലെയും ഹോളുകൾ നമുക്ക് പേപ്പർ വെച്ചിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം. വൈറ്റ് പോർഷൻ വൈറ്റ് പേപ്പർ വെച്ചിട്ടും പർപ്പിൾ പോർഷൻ പർപ്പിൾ കളർ പേപ്പർ വെച്ചിട്ടുമാണ് കവർ ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ 3 ഡിഫറെൻറ്റ് കളേഴ്സിലും ഷേപ്പിലുമുള്ള സ്റ്റാമ്പ് സെറ്റാണ് ചെയ്തെടുക്കുന്നത്. അതിനായി വൈറ്റ് ഫോം ഷീറ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പുകൾ അതിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഹാർട്ടും സ്റ്റാറും പിന്നെ ഒരു ടോയുടെ ഹെഡ് പോർഷനുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത പേപ്പർ സ്റ്റിക്കിൻ്റെ വൈറ്റ് പോർഷനിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനൊരു ക്യാപ്പ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് അതേപോലെ ഒരു പേപ്പർ എടുക്കുക. അളവ് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പേപ്പറിൻ്റെ വൈറ്റ് പോർഷനിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പേപ്പർ കഴിയുന്നത് വരെ ഇതേ രീതിയിൽ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ എൻഡ് പോർഷൻ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നമ്മൾ എടുത്തിരിക്കുന്ന അതേ കളർ പേപ്പർ വെച്ചിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഭംഗിയുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു പേപ്പർ സ്റ്റാമ്പ് നമുക്ക് ജേർണലിങ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജ് ഡെക്കറേറ്റ് ചെയ്യാൻ, നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള ഈ മിനി പേപ്പർ സ്റ്റാമ്പ് സെറ്റ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുപോലെയുള്ള നല്ല അടിപൊളി ക്രാഫ്റ്റ്സ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.